ഹലോ ഗൈസ്, ഞാനിപ്പോൾ ബിൻഗാഡിയുടെ ഓഫീസിലാണുള്ളത്. ബിൻഗാഡിയുടെ പുതിയ പ്രൊജക്ട് വന്നിട്ടുണ്ട്. ബിൻഗാഡിയുടെ ഓഫീസ് ഞാൻ കാണിച്ചിട്ട് Come, wade gently into the flow, beyond the city's rush. Senses awaken as the desert springs anew. A whisper of ut, Kot drifts on the warm breeze. ബിൻഗാഡിയുടെ സെയിൽസ് സെന്റർ ഓക്കെ, അതാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മോക്കപ്സും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ബിസിനസ് ബേയിലെ പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ABCDE എന്ന് പറഞ്ഞിട്ട് 5 ടവേഴ്സ് ആയിട്ട് വരുന്നത്. ഇതേപോലെ ഈ കാണുന്ന ഇതേപോലെ മോക്കപ്സ് ഉണ്ടാവും. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട്, ബേസ്മെന്റ് വരുന്നുണ്ട്, പോഡിയം വരുന്നുണ്ട്, മെസനൈൻ ഫ്ലോർ വരുന്നുണ്ട്, 25 ഫ്ലോർസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റുഡിയോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 999 അതുപോലെ 1 ബെഡ്റൂം വരുന്നുണ്ട്, 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എത്രയും ആളുകൾ വന്നിട്ടുള്ളത് ബിൻഗാഡിയുടെ പ്രോഡക്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഇതിന്റെ അടുത്ത് വരുന്ന മോക്കപ്പ് ഉണ്ടോ, ബിൻഗാഡിയുടെ തന്നെ സ്കൈ റൈസ് ആണിത്. സ്കൈ റൈസ് ഓക്കെ, 3 ടവേഴ്സ് ആയിട്ട് വരുന്ന. ഇതിലാണ് കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുള്ളത് 100 കോടി 200 കോടി 300 കോടി എന്നൊക്കെ പറഞ്ഞ് മുകളിൽ കാണിച്ചിട്ടില്ലേ, ആ സംഭവമാണിത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റും ഒരുപാട് മോക്കപ്സ് ഉണ്ട്. ഇത് ബിൻഗാഡിയുടെ 1 എന്ന് പറഞ്ഞ ടവർ, അതും ബിസിനസ് ബേയിലാണ് വരുന്നത്. ഇതാണ് ബിസിനസ് ബേയുടെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ. ഇവിടെ എന്തൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ബ്രാൻഡഡ് ആയിട്ടുള്ള റെസിഡൻസ് വരുന്നുണ്ട്. ആ ബ്രാൻഡഡ് ആയിട്ടുള്ള 3 റെസിഡൻസ് വരുന്നത്. ഒന്ന് ബിൻഗാട്ടിയുടെ ബുഗാട്ടി ബൈ ബിൻഗാട്ടി, പിന്നെ ജാക്കബ് ആൻഡ് കോയുടെ ഒരു ടവർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെഴ്സിഡസ് ബെൻസിന്റെ ടവർ വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഞാൻ ജസ്റ്റ് ബാക്കിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന 1 ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ടവർ വരുന്നത്. Surging from the heart of Business Bay, a shimmering vision of glass and steel. A maison de côte in spirit, fluid in form. Within these walls, rediscover life's richness. ഇനി നേരത്തെ പറഞ്ഞ ബാക്കി ഓക്കെ, അമ്യൂണിറ്റീസ് പറഞ്ഞത് അയച്ചങ്ങ അങ്ങോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് എൻട്രി എക്സിറ്റ് ആയിട്ട് ഇത് കാണുന്നതാണ് അൽക്കേൽ റോഡ്. ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്, അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്, ബാക്കിൽ 2 എൻട്രി പോയിന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കംപ്ലീറ്റ് അമ്യൂണിറ്റീസും വരുന്നത്. ഓക്കെ, അമ്യൂണിറ്റീസ് മാത്രമല്ല റീറ്റെയിൽസും വരുന്നുണ്ട്. അതൊക്കെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ തന്നെ മെസനൈൻ ഫ്ലോറിലുമാണ്. ഈ മെസനൈൻ ഫ്ലോറിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻഫിനിറ്റി പൂള്. ഓക്കെ, അതും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടവേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇത്രയും വലിയൊരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഒപ്പേര വരുന്നുണ്ട്. ആ സൈഡിൽ ഒരു ഒപ്പേര വരുന്നുണ്ട്. ബാക്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ കാണിച്ച ഒപ്പേര, അവിടെ ഒപ്പേര വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കംപ്ലീറ്റ്ലി ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണോ ഇവിടെ വരുന്നത് അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ അമ്യൂണിറ്റീസാണ് വരുന്നത് അത് കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. യോഗ ഉണ്ട്, ജിം ഉണ്ട്, സോന ഉണ്ട്, ബാർബിക്യൂ ഏരിയാസ് ഉണ്ട്. ഈ സൈഡിലാണെങ്കിൽ അത് കാണാൻ വേണ്ടി പറ്റും. സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, വാക്കിംഗ് ട്രാക്ക് ഉണ്ട്. അങ്ങനെ 25+ അമ്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ അക്വ റൈസിൽ അവൈലബിൾ ആണ്. അക്വ റൈസിൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡിയോ വരുന്നുണ്ട്, 1 ബെഡ് വരുന്നുണ്ട്, 2 ബെഡ് വരുന്നുണ്ട്, 3 ബെഡ്റൂം വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് പറഞ്ഞതിന് മുന്നേ ജസ്റ്റ് നമുക്കൊരു ഓവർലുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കാണാം. ഇതാണ് ബിസിനസ് ബേയുടെ അകത്ത് വരുന്ന റോഡ്. ഈ ഓക്കെ, അകത്ത് വരുന്ന റോഡിൽ വരുന്ന എൻട്രൻസുകളാണ്. 1 അവിടെ വരുന്നുണ്ട്, 2 അവിടെ വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വരുന്നതാണ് അൽക്കേൽ റോഡ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ട്, കിഡ്സിനുള്ള വാക്കിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ അഡൾട്ട്സിനുള്ള വാക്കിംഗ് ഏരിയ ഉണ്ട്. എല്ലാം പോഡിയവും മെസനൈനും വെച്ചിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ സിംഗിൾ ടവറിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ മെസനൈനിലൂടെ നിങ്ങൾക്ക് എല്ലാ അമ്യൂണിറ്റീസും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും വലിയൊരു കമ്മ്യൂണിറ്റി ബിസിനസ് ബേയിൽ ഡൗൺ ടൗണിൽ ബുർജ് ഖലീഫിൻ്റെ അതുപോലെ തന്നെ ദുബായ് മാളിൻ്റെ അടുത്ത് ഏതൊരു ഇൻവെസ്റ്റേഴ്സും ഓവർസീസ് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബുർജ് ഖലീഫ ദുബായ് മാളാണ്. ഇതിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡിയോയുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയാലോ, 999,999,000 1 മില്യണിന് ജസ്റ്റ് 1 ദിർഹം മാത്രമേ കുറവുള്ളൂ. പിന്നെ മാത്രമല്ല 1 ബെഡ്റൂം വരുന്നുണ്ട്. 1 ബെഡ്റൂമിൻ്റെ പ്രൈസ് വരുന്നത് 1,085,000. ഓക്കെ, അതുപോലെ തന്നെ 2 ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂം വരുന്നത് 2.75 മില്യൺ. അതുപോലെ തന്നെ 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂം വരുന്നത് 4.5. 4 ബെഡ്റൂം വരുന്നത് 6 മില്യൺ. ഓക്കെ, ഇത് മാത്രമല്ല 2 ബെഡ്റൂം പ്ലസ് റോയൽ സ്യൂട്ട് നിങ്ങൾക്ക് തന്നെ അതിൽ ഇൻബിൽഡ് ആയിട്ട് പൂള് വരുന്നുണ്ട്. 3 ബെഡ്റൂം വിത്ത് പൂള് വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ പ്രൈസസ് വേരിയസ് ആണ്. റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്. റീറ്റെയിൽസിനും പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 4 മില്യൺ ദിർഹംസ് ആണ്. സോ ഇതിന്റെ പേയ്മെന്റ് പ്ലാൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. പേയ്മെന്റ് പ്ലാൻ ബിൻഗാട്ടിയുടെ ടിപ്പിക്കൽ പേയ്മെന്റ് പ്ലാൻ ആയിട്ടുള്ള 7
70-30 ആണ്. 20% ഇനീഷ്യൽ കൊടുക്കുക, 50% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ 30% ഓൺ ഹാൻഡ് ഓവർ. 2027 ഇതിന്റെ കംപ്ലീഷൻ വരുന്നത്. വിൻഗാർഡിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇവരുടെ ഒരുവിധം നോർമൽ ഇതുപോലെ തന്നെ ഹൈ റൈസും അതുപോലെ തന്നെ ഇത്രയും യൂണിറ്റ്സും വരാത്ത ബിൽഡിങ്ങുകളാണെന്നുണ്ടെങ്കിൽ 1.5 years കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്യും. ഇത് അത്യാവശ്യം വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു സമയം എടുക്കുന്നത്. ഇതന്നെ നോർമൽ ടൈമാണ്. 2027 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 years മാത്രമാണ് വരുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ബിസിനസ് വേയിൽ ഡൗൺ ടൗണിൽ അതുപോലെ ബുർജ് ഖലീഫയുടെ അടുത്ത് ദുബായ് മാളിന്റെ അടുത്ത് വാക്കിംഗ് ഡിസ്റ്റൻസിൽ കനാൽ ഫേസിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് വന്നിട്ടുള്ളത്. റെന്റൽ റിട്ടേൺസ് ആണെന്നുണ്ടെങ്കിലും അപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ലൊക്കേഷൻ ബേസിസിൽ തന്നെ വളരെ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാൻ ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ബിൻഗാഡിയുടെ സ്കൈ റൈസ് ആണെന്നുണ്ടെങ്കിലും. ബിൻഗാഡിയുടെ അല്ല വേറെ ഏത് ഡെവലപ്പേഴ്സിന്റെ ബിസിനസ് പേയിലെയും ഡൗൺ ടൗണിലെയും റെന്റൽ റിട്ടേൺസും അപ്രീസിയേഷന്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ജസ്റ്റ് നിങ്ങൾ വിളിച്ചോ, നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ 1-to-1 ആയിട്ട് നമുക്ക് ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. Aqua Rise, a dream in blue.